ഹലോ ഗായ്സ്, നമുക്കൊരു മിനി വ്ളോഗ് നോക്കിയല്ലോ. രാവിലെ തന്നെ ഒരാൾ ഇവിടെ ടി വിയിൽ പാട്ടിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഫൈസലും ഫൗസിയും ഹെൻസും കൂടെ ഡാൻസാണ്. ഹെൻസ് അവരിപ്പോൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും കാലഘട്ട അടിയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഗായ്സ്. പിന്നെ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫൗസിയും കൊച്ചുമായി കഞ്ച പോകണമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ രാവിലെ എണീറ്റ് അവളുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ 11 മണിയുടെ ആളാണ്. 11 മണി ആയാൽ മാത്രമേ ഹെൽത്ത് എണീക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം 7:30 ആകുമ്പോഴത്തേക്ക് അവൾ ഉണരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അവളെ കുളിപ്പിക്കാറുള്ളൂ. അങ്ങനെ അവർ പോകുമ്പോഴത്തേക്കാണെങ്കിൽ അവൾക്ക് ചെറുതായിട്ടൊരു ചിണുങ്ങലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങി പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാനായാലും എവിടെയെങ്കിലും ഒരുങ്ങി നിന്നാൽ ഞാൻ ഉടനെ അവൾക്ക് എൻ്റെ കയ്യിൽ വരണം. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളങ്ങ് ഉറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. പിന്നെ പോയി ഞാൻ കാപ്പിയൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഞാനും ഹെൻസും മാത്രമേ ഉള്ളായിരുന്നു അവർ പോയി കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നിട്ട് പിന്നെ തൂത്തുവാരാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഒതുക്കി പറക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവക കാര്യങ്ങളൊക്കെ തട്ടി സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇവിടെയൊക്കെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഹെൻസ് തിന്നുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് തൂത്തൊക്കെ വാരി ആദ്യം തന്നെ സെറ്റോട്ട് തൂത്ത് വാരി പിന്നെയാണ് ബാക്കി. അപ്പം നോക്കിയപ്പോൾ മുറ്റത്ത് നല്ല ചവറുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ തൂത്ത് വാരിയില്ല. അപ്പോഴത്തേക്ക് അവരൊക്കെ വന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് ഗൈസ്, പകുതിയെ വീഡിയോ എടുക്കും. പിന്നെ ഞാനങ്ങ് മറന്നു പോകും വീഡിയോ എടുക്കുന്ന കാര്യം. പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് 2-3 ഏത്തക്ക ഉണ്ടായിരുന്നു. വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഹെൻസൂന് ഞാൻ ഫൗസിഡേ കൊടുത്തിരുന്നു. നമ്മൾ ഹാളിൽ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചായ ഇട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം തന്നെ ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ പിന്നെ ആ സമയം കൊണ്ട് തന്നെ സച്ചുവിനെയും വിളിച്ചിട്ടാണ് ഓരോ ജോലിയും ചെയ്തത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ സച്ചുവിനെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. പിന്നെ അവളെയും വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അതും നടന്ന് ഇതും നടന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുള്ള ഗൈസ് കൊള്ളായിരുന്നു. എപ്പോഴും ചായക്ക് കടി എന്ന് പറയുന്നത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും വേണം എനിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അന്ന് പണ്ട് തൊട്ടേ ശീലമായതാണ് ഗൈസ്. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് പഴംപൊഴിയൊക്കെ അതൊക്കെയല്ലേ നമുക്ക് അറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് അതൊക്കെ അറിയത്തുള്ളൂ. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഫൈസലാണെങ്കിൽ വെളിയിലൊരു പുൽക്കൂട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് അപ്പം അത്രേ